ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ഓഫർ ഓഹരി. നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഈ ആഴ്ച ഏതൊക്കെ സ്റ്റോക്സുകളാണ് മൾട്ടി ഇയർ ഹൈ അതുപോലെ ഓൾ ടൈം ഹൈ ബ്രേക്കൗട്ട് ചെയ്ത് നോക്കാം. അപ്പോൾ ആദ്യത്തെ സ്റ്റോക്സ് വരുന്നത് TBZ ആണ്. അപ്പോൾ TBZ നമുക്കിവിടെ കാണാൻ സാധിക്കും. ഇതിപ്പോൾ ഓൾ ടൈം ഹൈ ബ്രേക്കൗട്ട് ചെയ്തിരിക്കുകയാണ്. 2013 ഹൈ ആണ് ഇപ്പോൾ ബ്രേക്കൗട്ട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു സ്റ്റോക്സ് പുതിയൊരു ഹൈ എടുത്ത് പോകാൻ ചാൻസ് കൂടുതലാണ്. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ ഈ ഒരു ക്ലോസിൽ തന്നെ ബൈ എടുക്കാവുന്നതാണ്. ഈ ഒരു കോസ്റ്റ് ലെവലിൽ ബൈ എടുക്കാവുന്നതാണ്. അപ്പോൾ നമ്മൾ ഈ ബൈ എടുക്കുകയാണെങ്കിൽ തന്നെ ഈ ഒരു ക്യാൻഡിലിൻ്റെ, അതായത് ബ്രേക്കൗട്ട് ചെയ്ത ക്യാൻഡിൽ ലോക്ക് താഴെയായിട്ട് വേണം സ്റ്റോപ്പ് ലോസ് കാണാനായിട്ട്. ഇനി നമുക്ക് ഇതിൻ്റെ ടാർഗറ്റ് എന്ന് പറയുന്നത് ഈ റീസെൻ്റ് വന്നിരിക്കുന്ന സിംഗ് ലോ നോക്കാം. ഇപ്പോൾ റീസെൻ്റ് വന്നിരിക്കുന്ന സിംഗ് ലോ ഇതാണ്. അത് മുതൽ ആ ബ്രേക്കൗട്ട് ലെവൽ വരെ നമുക്ക് ടാർഗറ്റായിട്ട് എടുക്കാവുന്നതാണ്. ഓക്കെ, അപ്പോൾ ഈ ഒരു ലെവലൊക്കെ നമുക്ക് ടാർഗറ്റായിട്ട് എടുക്കാവുന്നതാണ്. 1721 ലെവലൊക്കെ ടാർഗറ്റ് കാണാവുന്നതാണ്. അപ്പോൾ ഈ ഒരു സ്റ്റോക്സ് ഒന്ന് വാച്ച് ചെയ്ത് നോക്കാം. പിന്നെ അടുത്ത സ്റ്റോക്സ് എന്ന് പറയുന്നത് അവൈലബിൾ ഫിനാൻസ് ലിമിറ്റഡ് ആണ്. അപ്പോൾ അതും ഇപ്പോൾ ഓൾ ടൈം ഹൈ ബ്രേക്കൗട്ട് ചെയ്ത് നിൽക്കുകയാണ്. ഇപ്പോൾ ഓൾ ടൈം ഹൈ ബ്രേക്കൗട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു സ്റ്റോക്സ് നമ്മൾ ബൈ എടുക്കുകയാണെങ്കിൽ തന്നെ നമ്മൾ ഇതിൻ്റെ സ്റ്റോപ്പ് ലോസ് ആയിട്ട് കാണേണ്ടത് ഈ ബ്രേക്കൗട്ട് ചെയ്തിരിക്കുന്ന ക്യാൻഡിലിൻ്റെ താഴെയായിട്ട് സ്റ്റോപ്പ് ലോസ് കാണാം. അതുപോലെ തന്നെ നമ്മളിതിൻ്റെ ടാർഗറ്റായിട്ട് കാണേണ്ടത് ഈ ഒരു സിംഗ് ലോയ്ക്ക് മുതൽ ഈ ഒരു ബ്രേക്കൗട്ട് ലെവൽ വരെ നമുക്ക് ടാർഗറ്റായിട്ട് കാണാവുന്നതാണ്. അപ്പോൾ നമുക്കൂടെ ടാർഗറ്റ് കാണാവുന്നതാണ്. അപ്പോൾ ഈ ഒരു സ്റ്റോക്സും ഒന്ന് വാച്ച് ചെയ്ത് നോക്കാം. അടുത്ത സ്റ്റോക്സ് സൊണാലാണ്. അപ്പോൾ സൊണാൽ നമുക്കിവിടെ കാണാൻ സാധിക്കും. ഇതും ഓൾ ടൈം ഹൈ ആണ് ഇവിടെ ബ്രേക്കൗട്ട് ചെയ്തിരിക്കുന്നത്. 2022 ഹൈ ആണ് ഇപ്പോൾ ബ്രേക്കൗട്ട് ചെയ്തിരിക്കുന്നത്. നല്ല വോളിയത്തിൽ തന്നെയാണ് ഒരു ബ്രേക്കൗട്ട് സംഭവിച്ചിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഈ സ്റ്റോക്സും ബൈ എടുക്കുകയാണെങ്കിൽ തന്നെ നമ്മൾ ഈ ഒരു ബ്രേക്കൗട്ട് ചെയ്തിരിക്കുന്ന ക്യാൻഡിലെ ലോയ്ക്ക് താഴെ സ്റ്റോപ്പ് ലോസ് ഇട്ടിട്ട് വേണം ബൈ എടുക്കാനായിട്ട്. പിന്നെ ഇതിൻ്റെ ടാർഗറ്റ് എന്ന് പറയുന്നത് ഈ ഒരു സിംഗ് ലോ മുതൽ ഈ ഒരു ബ്രേക്കൗട്ട് ലെവൽ വരെയാണ്. ഇതാണ് നമ്മുടെ ടാർഗറ്റായിട്ട് കാണുന്നത്. ഓക്കെ, 465 ലെവലൊക്കെ ടാർഗറ്റായിട്ട് കാണാവുന്നതാണ്. അപ്പോൾ ഇതും ഒന്ന് വാച്ച് ചെയ്ത് നോക്കാം. അടുത്ത സ്റ്റോക്ക് ജെനക്സ് ആണ്. അപ്പോൾ ജെനക്സും ഇപ്പോൾ ഓൾ ടൈം ഹൈ ആണ് ബ്രേക്കൗട്ട് ചെയ്തിരിക്കുന്നത്. അത്യാവശ്യം വോളിയത്തിൽ തന്നെയാണ് ആ ഒരു ബ്രേക്കൗട്ട് സംഭവിച്ചിരിക്കുന്നത്. അപ്പോൾ ഇതും നമ്മൾ ബൈ എടുക്കുകയാണെങ്കിൽ തന്നെ ഈ ഒരു ബ്രേക്കൗട്ട് ചെയ്തിരിക്കുന്ന ക്യാൻഡിലേക്ക് ലോയ്ക്ക് താഴെയായിട്ട് വേണം നമ്മൾ സ്റ്റോപ്പ് ലോസ് കാണാനായിട്ട്. ഇതിൻ്റെ റീസെൻ്റ് വന്നിരിക്കുന്ന സിംഗ് ലോ നോക്കാം. അത് മുതലുള്ള ലെവലാണ് ടാർഗറ്റായിട്ട് കാണേണ്ടത്. അപ്പോൾ ഈ ലെവൽ, അതായത് 97 ലെവലൊക്കെ നമുക്ക് ടാർഗറ്റായിട്ട് കാണാവുന്നതാണ്. ഇനി അടുത്ത സ്റ്റോക്സ് എന്ന് പറയുന്നത് IPCA ലാബ് ആണ്. അപ്പോൾ അതും ഇപ്പോൾ ഓൾ ടൈം ഹൈ ബ്രേക്കൗട്ട് നടന്നിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഈ ഒരു ബ്രേക്കൗട്ട് ക്യാൻഡിലിൻ്റെ ക്ലോസ് ലെവലിൽ മുതൽ നമുക്ക് ബൈ കാണാവുന്നതാണ്. ഈ ഒരു ബ്രേക്കൗട്ട് ക്യാൻഡിൽ താഴെയായിട്ട് വേണം നമ്മൾ സ്റ്റോപ്പ് ലോസ് കാണാനായിട്ട്. ഇതിൻ്റെ ടാർഗറ്റ് എന്ന് പറയുന്നത് റീസെൻ്റ് വന്നിരിക്കുന്ന സിംഗ് ലോ ഇതാണ്. അത് മുതൽ ബ്രേക്കൗട്ട് ലെവലൊക്കെ ഒന്ന് മെഷർ ചെയ്യാം. ആ സെയിം ലെവൽ തന്നെ നമുക്ക് ടാർഗറ്റായിട്ട് കാണാവുന്നതാണ്. 1829 ലെവലൊക്കെ ടാർഗറ്റ് കാണാവുന്നതാണ്. അപ്പോൾ അതൊന്ന് വാച്ച് ചെയ്ത് നോക്കാം. പിന്നെ അടുത്ത സ്റ്റോക്സ് എന്ന് പറയുന്നത് HCG ആണ്. അപ്പോൾ HCGയും ഇവിടെ ഒരു ബ്രേക്കൗട്ട് നടന്നിട്ടുണ്ടായിരുന്നു. അതായത് 2018 ഹൈ ഇവിടെ ബ്രേക്കൗട്ട് ചെയ്തിരുന്നു. താഴേക്ക് വന്നു, വീണ്ടും റീടെസ്റ്റ് ചെയ്ത് തിരിച്ച് കയറാണ്. ഒരു റീടെസ്റ്റ് തിരിച്ച് കയറാണ്. അപ്പോൾ ഇതും നമ്മൾ ബൈ എടുക്കുകയാണെങ്കിൽ തന്നെ ഈ ഒരു ബ്രേക്കൗട്ട് ചെയ്തിരിക്കുന്ന ക്യാൻഡിലിൻ്റെ താഴെയായിട്ടാണ് നമുക്ക് സ്റ്റോപ്പ് ലോസ് കാണാവുന്നതാണ്. ഇനി ഇതിൻ്റെ ടാർഗറ്റ് എന്ന് പറയുന്നത് ഈ ഒരു സിംഗ് ലോ മുതൽ ഈ ഒരു ബ്രേക്കൗട്ട് ലെവൽ വരെ നമുക്ക് ടാർഗറ്റായിട്ട് കാണാവുന്നതാണ്. ഓക്കെ, അപ്പോൾ ഇതും നിങ്ങൾ ജസ്റ്റ് ഒന്ന് വാച്ച് ചെയ്ത് നോക്കാം. ഇനി അടുത്ത ടെമ്പോ ആണ് ലാസ്റ്റ് സ്റ്റോക്ക്. അതും ഇവിടെ ഓൾ ടൈം ഹൈ ബ്രേക്കൗട്ട് നടന്നിട്ടുണ്ട്. നല്ല വോളിയത്തിൽ തന്നെയാണ് ആ ഒരു ബ്രേക്കൗട്ട് നടന്നിരിക്കുന്നത്. അപ്പോൾ ഇതും നമ്മൾ ബൈ എടുക്കുകയാണെങ്കിൽ തന്നെ ഈ ഒരു ബ്രേക്കൗട്ട് ക്യാൻഡിലിൻ്റെ താഴെയായിട്ട് നമുക്ക് സ്റ്റോപ്പ് ലോസ് കാണാം. ഇനി ഇതിൻ്റെ സിംഗ് ലോ എന്ന് പറയുന്നത് ഈ ഒരു ലെവൽ മുതൽ ഈ ഒരു ബ്രേക്കൗട്ട് നോക്കാം. ഇത് തന്നെ നമുക്ക് മുകളിലേക്ക് ടാർഗറ്റ് കാണാവുന്നതാണ്. അപ്പോൾ ഈ സ്റ്റോക്സിലൊക്കെയാണ് നമുക്ക് ഈ ആഴ്ച മൾട്ടി ഇയർ അതുപോലെ ഓൾ ടൈം ഹൈ ബ്രേക്കൗട്ടായി കിട്ടിയിട്ടുള്ളത്. 139ഓളം സ്റ്റോക്സുകൾ ഓൾ ടൈം ഹൈ അതുപോലെ മൾട്ടി ഇയർ ഹൈ ബ്രേക്കൗട്ടായിട്ട് വന്നിട്ടുണ്ടായിരുന്നു.
അതിൽ തന്നെ നമ്മൾ ഫണ്ടമെൻ്റലി സ്ട്രോങ് ആയിട്ടുള്ള സ്റ്റോക്സുകളാണ് സെലക്ട് ചെയ്തെടുത്തിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഈ ഒരു വീഡിയോ എഡ്യൂക്കേഷൻ പർപ്പസിന് വേണ്ടി ചെയ്ത വീഡിയോ ആണ്. അപ്പോൾ നിങ്ങളും ഏതെങ്കിലും സ്റ്റോക്സിലൊക്കെ ഇൻവെസ്റ്റ് ചെയ്യാൻ ശ്രമിക്കുകയാണെങ്കിൽ നിങ്ങളുടേതായ ഒരു അനാലിസിസ് നടത്തിയതിന് ശേഷം മാത്രം ഇൻവെസ്റ്റ് ചെയ്യാൻ ശ്രമിക്കാം. ഓക്കെ, അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഒക്കെ ഉണ്ടെങ്കിൽ ഈ കാണുന്ന വാട്സ്ആപ്പ് നമ്പറിലേക്ക് എനിക്ക് മെസ്സേജ് ചെയ്താൽ മതി. അതുപോലെ തന്നെ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഒരുപാട് നല്ല സ്ട്രാറ്റജീസ് വീഡിയോസ് ഞാൻ ചാനലിലൂടെ അപ്ലോഡ് ചെയ്യുന്നതാണ്. മറ്റൊരു വീഡിയോയുമായി ഞാൻ വീണ്ടും അടുത്ത ദിവസം വരാം. അതുവരെ നന്ദി, നമസ്കാരം.